ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതിന് പിന്നാലെ ദുബായ് മാളത്തോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ പ്രഖ്യാപനം നടത്തിയ അധികൃതർ അടുത്ത വർഷം മുതൽ 3 മാസം തുടർച്ചയായി മാളത്തോൺ നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ഇത്തവണത്തെ പരിപാടി വൻ വിജയമായിരുന്നു. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ച് ലോകത്തിന് തന്നെ ദുബായ് മാതൃകയാവുന്ന കാഴ്ച നമ്മൾ നിരവധി തവണ കണ്ടതാണ്. തണുപ്പ് കാലത്ത് ഫിറ്റ്നസ് ചലഞ്ച് ഉൾപ്പെടെ ഇവിടെ വലിയ തോതിൽ തന്നെ ആവേശമായി അരങ്ങേറുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചൂടുകാലത്ത് കൊടും ചൂടിൽ പുറത്തുപോയി വ്യായാമം ചെയ്യാൻ സാധാരണ ആളുകൾ വലിയ താല്പര്യം കാണിക്കാറില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതും പ്രയാസമാണ്. അതിനിടെയാണ് ഈ ചൂടുകാലത്ത് പുറത്ത് പോകാതെ തന്നെ വ്യായാമം ചെയ്യാനുള്ള അവസരമൊരുക്കുന്ന അല്ലെങ്കിൽ അതിനായി പ്രേരിപ്പിക്കുന്ന ഒരു വ്യത്യസ്ത പരിപാടി ദുബായ് കിരീടാവകാശി പ്രഖ്യാപിച്ചത്. മാളത്തോൺ എന്ന പേരിലായിരുന്നു ഈ ഒരു പരിപാടി നടന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോളുകൾ, റണ്ണിംഗ് ട്രാക്കുകളും അതോടൊപ്പം തന്നെ മോളുകളിൽ വ്യായാമം ചെയ്യുന്നതിനുള്ള കേന്ദ്രമൊക്കെയാക്കുന്ന ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു ദുബായ് പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ഒരു മാസം നീണ്ടുനിന്ന ഈ ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരിപാടി വൻ വിജയമായിരുന്നു. ആവേശത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. 40,000-ത്തിലധികം ആളുകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു മോൾ റൺ പരിപാടി എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡ് ഉൾപ്പെടെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഒരു പരിപാടിക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം ഇപ്പോൾ അധികൃതർ നടത്തിയിരിക്കുന്നത്. അതായത് അടുത്ത വർഷം മുതൽ 3 മാസമായിരിക്കും ഈ ഒരു മാളത്തോൺ ഉണ്ടാവുക. അതായത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഇങ്ങനെ 3 മാസമായിരിക്കും ഈ ഒരു മാളത്തോൺ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ മാളുകൾ അടുത്ത വർഷം മുതൽ ഇതിൻ്റെ ഭാഗമാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം 9ഓളം ആളുകളാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായത്. ഓരോ മാളുകളിലും 10 കിലോമീറ്റർ ഏറെയായിരുന്നു ഈ ഒരു ട്രാക്കുകൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നത്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയായിരുന്നു മാളുകളിൽ വ്യായാമം ചെയ്യാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിയിരുന്നത്. എന്തായാലും ഈ വർഷത്തെ മാളത്തോണിൻ്റെ വൻ വിജയത്തിന് ശേഷമാണ് അടുത്ത വർഷം 3 മാസം ഈ ഒരു മാളത്തോൺ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ചൂട് കാലത്തും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടുതൽ വ്യാപകമാക്കുകയാണ് ദുബായ്.